എന്താണ് ഇമ്മുട്ടി അങ്ങനെ? ഇമ്മുട്ടി അടിക്കൂല, ഇമ്മുട്ടിക്ക് ആവശ്യമില്ല. ഇമ്മുട്ടി ഉള്ളതുകൊണ്ട് തന്നെ തൂറാൻ നേരല്ലാർന്ന മാതിരിയാണ് ഇമ്മുട്ടിന്റെ കഥ. ഇമ്മുട്ടിക്ക് ചെലവുള്ള തന്നെ അടിച്ചുണ്ടാക്കാൻ നേരല്ല. ഇമ്മുട്ടി ആ ടൈപ്പിനെ പിന്നെയും വിളിച്ചു വരട്ടെ കൂടി. നമ്മള് ബേക്കറിന്ന് ഇറങ്ങിയപ്പോ അതിന്റെ ഉള്ളിൽ പോയപ്പോ മരുന്നൊന്നും കൂടി വിളിച്ചു നോക്കി. അന്ന് തിങ്കളാഴ്ച ഞാൻ വരുമെന്ന് ഉറപ്പിച്ചോണ്ട് തിങ്കളാഴ്ച മുങ്ങി എടുത്തില്ല. എന്നിട്ട് ചൊവ്വാഴ്ച ഞാൻ ഇന്ന് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പളും തട്ടി, അപ്പളും ഫോണ് ഇതാക്കി. പിന്നെ ചൊവ്വാഴ്ച അന്തിക്ക് നിങ്ങൾ കുടിയിലെത്തിയതിനു ശേഷമാണ് ചൊവ്വാഴ്ച ബുധനാഴ്ച വിളിച്ച. പിന്നെ ചൊവ്വാഴ്ച അന്തിക്ക് അപ്പൊ നമ്മള് പോയിട്ടുണ്ടാവുന്ന മനസ്സിലായി. അത് വിളിക്കണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം അഡ്വാൻസ് വെച്ചിങ്ങാണ്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടി ഒരു വിളി വിളിക്കണ്ടേ, അതിന് വേണ്ടിട്ടാണ്. നമ്മളിവിടെ വന്നെങ്ങാണ്ട് ഇങ്ങനെ കായിലത്തിൽ അരച്ച് കിക്കണാരും നിക്കൂലല്ലോ. നേരം കഴിഞ്ഞ പോകുന്ന അയാൾക്ക് അറിയാലോ എന്തായാലും. മൂപ്പരെ കണക്കിൽ കാണാൻ വരാത്തന്നെ പൈസ അഡ്വാൻസ് ഒന്നും എല്ലാം ബുക്ക്. നമ്മള് പൊട്ടന്മാരാണെന്നാക്കരി ആദ്യമായിട്ടാണ് കാണാതെ അഡ്വാൻസ് കൊടുത്തത്. അത് കൊളായും ചെയ്തു. ഇന്ന പരിപാടി ഇല്ല എന്തായാലും. അർജന്റിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ നല്ല റൂമും ഫോട്ടോ ഒക്കെ കണ്ടോടുകൂടി അടിപൊളി 2 ബെഡ്റൂമും ഉണ്ട്. നീ കിട്ടിയില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ടേ. കൊച്ചു ഡോക്ടറാണ്. വല്ലാതെ വരുമാനം ആയിട്ടില്ല തോന്നുന്നുണ്ട്. ഏറ്റവും ചെറിയ കാറാണ്. സെലരിയോ ഈ സെലറിയോക്ക് ഒരു പ്രത്യേകം എന്താറോ, 25 ലിറ്റർ മൈലേജ് കിട്ടും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അതായിരിക്കും. അല്ല പിന്നെ ചില ആൾക്കാർക്ക് ദൂരത്തുണ്ടാവൂലേ, പോയിന്നതുവരെ. മൂപ്പര് കരുതിയിട്ടുണ്ടാവും എന്തിനാ അപ്പൊ എനിക്ക് വീട്ടിൽ തന്നെ പോവാനല്ലേ, അത് മതി എന്നുള്ള ചിന്ത ഉണ്ടാവും.